ഇവിടെ UAE നമ്മൾ പലപ്പോഴും വൈഫൈ ഷെയർ ചെയ്തിട്ടൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മളെ വീട്ടിൽ റേഞ്ച് കുറവായിരിക്കും. ആ സിറ്റുവേഷനിൽ നമുക്ക് വൈഫൈ റേഞ്ച് കൂട്ടാൻ ഒരു ചെറിയൊരു ഡിവൈസിനെ കൊണ്ട് സാധിക്കും. ഷവോമിയുടെ ഈ ഒരു ഡിവൈസ്, ഇത് വൈഫൈ എക്സ്റ്റൻഡറാണ്. ഈ ഒരു ഡിവൈസ് വാങ്ങിച്ച് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമാവും. ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. എക്സ്റ്റൻഡർ ഏതെങ്കിലും സോക്കറ്റിൽ പ്ലഗ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഓറഞ്ച് ലൈറ്റ് ബ്ലിങ്ക് ആവും. എന്നിട്ട് നേരെ ഫോൺ എടുക്കുക. എന്നിട്ട് ആപ്പ് സ്റ്റോറിലോ അല്ല പ്ലേ സ്റ്റോറിലോ ഷവോമി ഹോം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോഴത്തെ ഇൻ്റർനെറ്റ് സ്പീഡ് അറിയാനായി fast.com പോയാൽ സ്പീഡ് അറിയാൻ പറ്റും. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം സൈൻ ഇൻ വിത്ത് ഗൂഗിൾ അക്കൗണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സോ യൂസ് ചെയ്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ആപ്പ് ഓപ്പൺ ആയതിനു ശേഷം ആഡ് ഡിവൈസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണുന്ന ലിസ്റ്റിൽ വൈഫൈ ആംപ്ലിഫയർ സെലക്ട് ചെയ്യാം. അതിനുശേഷം വാങ്ങിച്ച ഡിവൈസിൻ്റെ മോഡൽ സെലക്ട് ചെയ്യാം. മോഡൽ നമ്പർ അറിയില്ലെങ്കിൽ വാങ്ങിച്ച ബോക്സിൻ്റെ മുകളിൽ നോക്കിയാൽ മതി. പിന്നെ ഡിവൈസ് റീസെറ്റ്, പിന്നെ എഗ്രി. അതിനുശേഷം സിഗ്നൽ ബൂസ്റ്റ് ചെയ്യേണ്ട വൈഫൈ നെയിമും പാസ്വേഡും അടിച്ചു കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ വൈഫൈ ലിസ്റ്റിൽ പുതിയൊരു ഷവോമിയുടെ SSID ക്രിയേറ്റ് ആയി കാണും. അത് കണക്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും MI ഹോം ആപ്പിൽ പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഗറേഷൻ അപ്ലോഡ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്ലോഡ് ആയതിനു ശേഷം ഒരു റൂം നെയിം ക്രിയേറ്റ് ചെയ്യാം. ഡിവൈസുള്ള റൂമിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ ഒരു പേര് സഹായിക്കും. ഇപ്പോഴുള്ള വൈഫൈ നെയിമും പാസ്വേഡും തന്നെ വേണമെങ്കിൽ വൈഫൈ റോമിംഗ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അല്ല, സെപ്പറേറ്റ് വൈഫൈ നെയിമും പാസ്വേഡും വേണമെങ്കിൽ വൈഫൈ സെറ്റിംഗ്സിൽ വൈഫൈ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്യാം. ഇങ്ങനെ നിങ്ങളുടെ വൈഫൈ റേഞ്ചിൻ്റെ പരിധി കൂട്ടാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഡിവൈസ് പ്ലഗ് ചെയ്യുന്നിടത്ത് അത്യാവശ്യം നല്ല വൈഫൈ സിഗ്നൽ വേണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ ഇൻ്റർനെറ്റ് സ്പീഡ് കിട്ടുകയുള്ളൂ. കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ.